ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ സാധനത്തിൽ ഒരു പഫ് ഉണ്ടാക്കാൻ പോവേണേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ടൊമാറ്റോ ഉണ്ട്, അതും ചെറിയ പീസായിട്ട് അരിയണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ജിഞ്ചർ പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ്, പിന്നെ പാസ്ട്രി ഷീറ്റ് പഫ്. ഇവിടെ മോറിസൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. റെഡി ടു ബേക്ക്. പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം മുട്ടയാണ്. ഞാനൊരു 3-4 മുട്ട എടുക്കുന്നുണ്ട്. അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം. ചോപ്ഡ് ടൊമാറ്റോ, ഒനിയൻ, ചിക്കൻ മസാല, പെപ്പർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാസ്ട്രി ഷീറ്റ്, പിന്നെ പുഴുങ്ങിയ മുട്ട. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞു വെച്ച് ചേർക്കാം. ഇളക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് സോൾട്ട് ഇടാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി, പെപ്പർ, 1/2 സ്പൂൺ മതി. ചിക്കൻ മസാല
അതായത് 1 സ്പൂൺ ഇടാം. നന്നായിട്ട് വഴറ്റുക. ഫ്ലെയിം സിമ്മിൽ വെച്ചാൽ മതി, അതായത് കൂടുതൽ ചൂടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. സ്വല്പം വെള്ളം തളിക്കാം, പേസ്റ്റ് രൂപമാക്കാൻ വേണ്ടിയാണ്. ഒരു 2 മിനിറ്റ് ആവി കയറ്റാം, നന്നായി മൂടി വെച്ച്. പേസ്റ്റ് ഒന്ന് റെഡിയാവുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഈ പഫ് ഒന്ന് നോക്കാം. പഫ് എന്ന് പറഞ്ഞാൽ മൈദയും കൊണ്ട് ഉണ്ടാകുന്ന ഒരു റെഡിമെയ്ഡ് സാധനമാണ്. നമ്മൾ പഫിൻ്റെ പുറത്തിരിക്കുന്ന പോർഷനാണ്. നമുക്ക് വേണമെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മൈദ കുഴച്ച് അതനുസരിച്ച് ഉണ്ടാകും. ഇവിടെ ഇത് റെഡി അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകും, എളുപ്പമുണ്ട് ടൈം. അവർ തന്നെ പ്ലാസ്റ്റിക്കിന് പുറത്തോടെ ഒരു റബ്ബർ ഷീറ്റ് മാതിരിയാണ് മൈദയുടെ ഇതുണ്ടാകുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ആവശ്യത്തിന് സൈസ് അനുസരിച്ച് കട്ട് ചെയ്യുക. നമ്മുടെ പേസ്റ്റ് ആയിട്ടുണ്ട്, എണ്ണ വേണമെങ്കിൽ അതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുകയാണ്. പേസ്റ്റ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പുഴുങ്ങിയ മുട്ട തൊണ്ട് പൊളിച്ച് റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നീളത്തിൽ മുറിക്കുകയാണ്. നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റും മുട്ടയും ഈ ഷീറ്റിനകത്ത്
വളരെ കലാപരമായിട്ട് അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ബേക്ക് ചെയ്യുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് പുറത്തു വരരുത്. അതിനാണ് നമ്മൾ ഈ മൈദ ഷീറ്റ് വാങ്ങിച്ചത്. ഇടയ്ക്ക് മുഖം കാണിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മുട്ട അഡീഷണലായിട്ട് എടുത്ത് നന്നായിട്ട് പൊട്ടിച്ച് സ്റ്റെർ ചെയ്യണം. നന്നായിട്ട് സ്റ്റെർ എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കും. അതൊരു മുരിച്ചിൽ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന എയർ ഫ്രൈയിലാണ് ചെയ്യാൻ പോകുന്നത്. എയർ ഫ്രൈയിൽ അപ്പോൾ കൂടുതൽ ഓയിൽ കണ്ടൻസ് ഒന്നും നമ്മുടെ ശരീരത്തിന് അകത്ത് ചെല്ലാതെ, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്കൊക്കെ ഓയിൽ കുറയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇത് പുറത്തങ്ങ് പരട്ടിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിൽ വച്ചിട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്യുന്നതിലേക്ക് എയർ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. എയർ ഫ്രൈ എത്ര എണ്ണം കൊള്ളും? അപ്പം ആദ്യം ഒരു 4 ചെയ്തിട്ട് 4, 6, 8 കൊള്ളും. അതിൽ 4 നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എയർ ഹീറ്റർ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരു 200 ഡിഗ്രി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 3 മിനിറ്റേക്ക് പ്രീ ഹീറ്റ് ചെയ്യുക. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കണ്ടന്റ് അതിനകത്ത് വെക്കുക. 3 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ പേപ്പർ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. ഹീറ്റ് ചെയ്യാൻ പോകുന്നു. ഹീറ്റിൽ 15 മിനിറ്റ്സ് 15 മിനിറ്റിൽ ഹീറ്റ് ചെയ്യാൻ പോകുന്നു. ഹീറ്റാകട്ടെ. ഓണല്ല ലൈറ്റ്. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഓവനിൽ കുക്ക് ചെയ്തു. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും കൂടെ വയ്ക്കുകയാണ്. അതും 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്. ആദ്യത്തെ ഗെറ്റ് റെഡി. ഹീറ്റ് ആകട്ടെ.
അപ്പം നമ്മുടെ പഫ് റെഡിയായി. കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് മിസ്റ്റർ രാഹുൽ ദിലീപ് കുമാറിനെ വിളിക്കാം. നമ്മുടെ മരുമകനാണ്, പേടിക്കേണ്ട. കഴിച്ചാൽ പേടിക്കേണ്ടി വരുമോ? Thank you, Ananga, for helping me with the video.